അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ബാത്റൂമിൽ എന്ന് വിചാരിക്കും. അപ്പൊ ബാത്റൂമിൽ മറ്റൊന്നല്ല, ക്ലീൻ ചെയ്യണം. അപ്പൊ വൈഫിന്റെ ഒരു അഭാവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. കാരണം ഞാൻ ഈ ഒരു പരിപാടിക്ക് തിരിഞ്ഞു നോക്കാറില്ല. ആള് 2 ദിവസം കൂടുമ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് പോണ സാധനമാണ്. അപ്പോ ഒരു ആഴ്ചത്തോളമായി ആളുടെ വീട്ടിൽ പോയിട്ട്. ഇപ്പോ ഒരാഴ്ചയായിട്ട് ഇപ്പൊ ബാത്റൂമിൽ കയറുമ്പോഴൊക്കെ ഫ്ലോർ ടൈലിലൊക്കെ ഒരു ചെറിയ വെളുക്കലൊക്കെ വന്നു തുടങ്ങി. അതുപോലെ നമ്മുടെ ക്ലോസറ്റിന്റെ നിറമൊക്കെ മങ്ങി. അപ്പോ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ആള് എന്തൊക്കെ ക്ലീൻ ചെയ്യണത് എവിടെ കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാന് കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇത് ലൈസോളിന്റെ ഒരു ബാത്റൂം ക്ലീനർ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലൈസോളിന്റെ തന്നെ ഒരു ഫ്ലോർ ക്ലീനറും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യാം. അപ്പോ എപ്പോഴും നമ്മള് വൈഫിനെ സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടും. ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും. അങ്ങനെ ചെയ്തു പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് ബാത്റൂം ക്ലീനർ ആണ്. അപ്പൊ ഞാൻ ഇത് വിചാരിച്ചത് ക്ലോസറ്റ് മാത്രം കഴുകാന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഞാൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലായി ഇതുകൊണ്ട് നമുക്ക് ക്ലോസറ്റ് ക്ലീൻ ചെയ്യാം, ടൈല് ക്ലീൻ ചെയ്യാം, ഫ്ലോർ ക്ലീൻ ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് ഒരു 1.5 മൂടി എടുക്കുക, ഒരു 1/2 ബക്കറ്റിൽ കലക്കുക, ക്ലീൻ ചെയ്യാം. ഓക്കെ, ബാത്റൂമിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കാം. നമ്മളെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഇനി നമ്മൾ കലക്കി വെച്ച ലിക്വിഡ് ഇതിന് പുറത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. സ്ക്രബിംഗ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കഴുകിയെടുക്കണം. ക്ലോസറ്റ് വൃത്തിയായിട്ടുണ്ട്. ഇനി വാളുണ്ടായി എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നേരത്തെ കലക്കി വെച്ച വെള്ളം നേരെ ടൈലിൽ ഒഴിക്കാം. ഈ ബ്രഷ് കൊണ്ട് 4 വരി. കയ്യിൽ പോയി ഓ എങ്ങനെ സമ്മതിക്കണോട്ടാ. ലേഡീസ് നമിക്കുന്നു, യു ആർ പെർഫെക്റ്റ്. ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ സ്ക്രബ് എല്ലാം കഴിഞ്ഞ്, ഫ്ലോർ കഴിഞ്ഞ്, വാള് കഴിഞ്ഞ്, അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യാം. ഒരു സ്മെല്ലിന് വേണ്ടിട്ട് നമ്മൾ വാങ്ങിയ ഏതായാലും വാങ്ങിയല്ലോ, യൂസ് ചെയ്യാം. ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ
ഇട്ട ഡ്രസ്സൊക്കെ നിന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് പുറത്തു കൊണ്ടിരുന്നു. അപ്പൊ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാ ഹസ്ബൻഡുമാർക്കും ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ അല്ല, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ വൈഫ് ഇല്ലാത്തവർക്കും മാത്രമല്ല വൈഫിലുള്ളവർക്കും സഹായിക്കുക. എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ പറ്റി കാണാം. അവരേക്കും ബൈ.